ആ ഒരു കാര്യമാണ്. എന്തിനാണ് ഇദ്ദേഹം ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊന്നത് എന്നുള്ളതാണ്, ആരുമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്നുള്ളതാണ്. ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ട ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ശ്രീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു. അവരുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നിവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിന്റെ പേരിൽ പുലർച്ചെ തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ്. ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവരുടെ ബാലരാമപുരത്ത് കേരളത്തെ ഞടുക്കുന്ന ഒരു വലിയ സംഭവം തന്നെ നടന്നിരിക്കുകയാണ്. 2.5 വയസ്സുകാരിനെ സ്വന്തം അമ്മാവൻ കിണറ്റിൽ ജീവനോടെ വലിച്ചെറിഞ്ഞു കൊന്നു. എന്തൊരു ദുഷ്ടനാണ്! സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെയാണ്, ഈ കുഞ്ഞിൻ്റെ മാതാവിൻ്റെ സ്വന്തം സഹോദരനാണ് ഹരികുമാർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്, അവനാണ് ഈ കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത്. ഈ ക്രൂരത ചെയ്തേക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ സഹോദരങ്ങൾ തമ്മിലുള്ള വഴിവെട്ട ബന്ധമാണ്. സഹോദരന്മാരും സഹോദരിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാൻ മേലാത്ത കാലമായി മാറിയിരിക്കുന്നു ഇപ്പോൾ. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു പെൺകുട്ടി ഗർഭിണിയായി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി. അതിൻ്റെ ഉത്തരവാദി ആരാന്ന് ചോദിച്ചപ്പോൾ 14 വയസ്സുള്ള സഹോദരന്. കുട്ടികൾ ലൈംഗിക ബന്ധം എന്താണെന്ന് അറിയുക പോലും ഇല്ലാത്ത പ്രായത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത്. ഓരോ ദിവസവും ഈ 2025 തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്ന ഓരോ വാർത്തകളും നമ്മളെ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. കൊച്ചു കുട്ടികൾ വരെ ചെയ്യുന്ന കൊടും ക്രൂരത, കൊലപാതകവും പീഡനവും ഒക്കെ ഒന്നും അല്ലാതായിരിക്കുന്ന ഒരു പിള്ളേർക്കൊക്കെ വെറും കളികൾ അങ്ങനെയുള്ള രീതിയായി മാറിയിരിക്കുകയാണ്. യാതൊരു പേടിയോ അറപ്പോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ലാതെ ചെയ്യുന്ന നീച പ്രവൃത്തിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്ന ഈ ലോകം. ഇനി എന്താകുമെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാടിനെ നടുക്കിയ ഒരു ഭയങ്കര ക്രൂരത എന്ന് പറയാം. ഒന്നും അറിയത്തില്ലാത്ത, യാതൊരു തെറ്റും അറിയത്തില്ലാത്ത, ഈ ലോകത്തിൻ്റെ കളറോ കാര്യങ്ങളോ ഒന്നും അറിയാതെ വളർന്ന ആ കുഞ്ഞിനെ ഭയങ്കര ക്രൂരമായിട്ട് കൊന്നിരിക്കുകയാണ് അമ്മാവന്. സ്വന്തം സഹോദരിയുടെ കുഞ്ഞെന്ന് പറയുമ്പോൾ തൻ്റെ കുഞ്ഞിനെ പോലെ അങ്ങനെ കാണേണ്ട ഒരിതിലേക്ക് മാറേണ്ട സമയത്ത് അയാൾ കാണിച്ചേക്കുന്ന വളരെ പൈശാചികമായിട്ടുള്ള ഒരു കൊടും ക്രൂരതയാണ്. ഇതിൻ്റെ പ്രധാന കാരണം ഇവർ തമ്മിലുള്ള വഴിവെട്ട ബന്ധമാണ്. ഭർത്താവുമായിട്ട് പിണങ്ങി മാറി താമസിക്കുകയായിരുന്നു ഈ സ്ത്രീ. ശ്രീതു എന്നാണ് ഇവളുടെ പേര്. ഇവളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. ഒരു കാര്യങ്ങളും സത്യമായിട്ട് പറയാറില്ല, നാക്ക് വളച്ച കള്ളത്തരം മാത്രമേ അറിയുള്ളൂ. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ 30 ലക്ഷം രൂപ കാണാതെ പോയി എന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ കുട്ടി അതിൻ്റെ അമ്മമ്മയുടെ കൂട്ടത്തിൽ ഇരുന്നപ്പോൾ ഭക്ഷണം വാരി കൊടുത്തപ്പോൾ കുട്ടി റോഡിലേക്ക് കടന്നു പോവുകയും വണ്ടി വന്ന് ഇടിച്ച് ആക്സിഡൻ്റ് ആവുകയും അതിനെ തുടർന്ന് അമ്മ പേടിച്ച് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുകയൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ അടുത്തു നിന്ന് ലക്ഷങ്ങളാണ് ഇവൾ പിരിവ് മേടിച്ചേക്കുന്നത്. അങ്ങനത്തെ ഒരു കള്ളിയാണ് ഈ ശ്രീതു. ഇവൾ മതപഠന ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് കേട്ടത്. എന്തിന്? ഇവളുടെ ക്ലാസ് ആരാണ് കാണുന്നത്? ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? സ്വന്തം സഹോദരനെ സഹോദരനായിട്ട് കാണാൻ പറ്റത്തില്ലാത്ത ഇവൾ എന്തിനാണ് മതപഠന ക്ലാസ്സുകൾ നടത്തുന്നത്? അതുപോലെ ഇവന് സ്വന്തം സഹോദരിയാണെന്നുള്ള തിരിച്ചറിവ് ഇല്ലേ? ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളാണ് പോലീസിന് നിർണായകമായ തെളിവായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിൽ കൂടെ ഇവർ വഴിവിട്ട ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള തെളിവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇവർ കുറ്റക്കാരാണെന്ന് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഹരികുമാർ സത്യം പറഞ്ഞിരിക്കുകയാണ്, താനാണ് കൊലപാതകം ചെയ്തേക്കുന്നതെന്ന്. പട്ടിയും പൂച്ചയൊക്കെ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടും. പക്ഷെ മനുഷ്യർ, അമ്മ പ്രസവിച്ച മക്കൾ, സ്വന്തം സഹോദരങ്ങൾ, ഒരു ചോര, ആ ബന്ധം എന്താണെന്ന് അറിയത്തില്ലാതെ അങ്ങനെ ഒരു രീതിയിലേക്ക് കടന്നു പോകുന്നു. അതിനു വേണ്ടിയിട്ട് ഇരയായിരിക്കുന്നത് ആ കുഞ്ഞു പ്രാണനും. ഇവർക്കൊക്കെ കടുത്ത ശിക്ഷയാണ് കൊടുക്കേണ്ടത്.
ഒരു ഇളവും ചെയ്യരുത്. സ്വന്തം കാമത്തിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിൻ്റെ ജീവന് ബലിയാടാക്കിയിരിക്കുന്നു. ഈ ശ്രീതുവും ഭർത്താവും തമ്മിൽ കുറച്ച് നാളായിട്ട് വേർപെട്ട് താമസിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കായിട്ട് ശ്രീതുവിൻ്റെ അച്ഛന് മരണപ്പെട്ടു 2 ആഴ്ച മുമ്പ്. അതിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ശ്രീതുവിൻ്റെ ഭർത്താവ് വന്നു. അന്ന് വൈകുന്നേരം ഇവർ രണ്ടുപേരും ഒരു റൂമിലേക്ക് കയറി കതകടച്ചു. അവർ തമ്മിൽ അവിടെ കിടന്നു. അത് ഈ ശ്രീതുവിൻ്റെ സഹോദരന് ഇത് ഇഷ്ടപ്പെടാതെ വന്നിട്ട് ആ വൈരാഗ്യത്തിനാണ് ഈ കുഞ്ഞിനെ കിണറ്റിൽ വലിച്ചെറിഞ്ഞ് ക്രൂരത ചെയ്തിരിക്കുന്നത്. സ്വന്തം ഭാര്യയും ഭർത്താവുമാണ് ഒരു റൂമിലേക്ക് കയറി കതകടച്ച് കിടക്കുന്നത്. അതിന് ഇവൻ എന്താണ് സൂക്കേട്? ഇവന് കുടുംബവും ഇല്ലായിരിക്കും. എന്നാലും സ്വന്തം സഹോദരിയുടെ ഭർത്താവാണെന്നുള്ളത് അറിയത്തില്ലേ? അപ്പോൾ അവർ തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തിനാണ് ഇതിൻ്റെ പ്രധാന കാരണം. അത് താൻ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നവളെ അവളുടെ ഭർത്താവ് വന്നപ്പോഴത്തേക്കിന് ഇയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഇതിൻ്റെ മെയിൻ കാരണം. അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചേക്കുന്നതിൻ്റെ പ്രധാന കാരണവും തന്നെ. ഇവരുടെ വഴിവിട്ട ബന്ധമാണ്. യാതൊരു കൂസലുമില്ലാതെയാണ് ഈ കുഞ്ഞിൻ്റെ മരണം അറിഞ്ഞിട്ട് പോലും ശ്രീതു പെരുമാറിയത്. കാരണം ഇവർ തമ്മിലുള്ള ബന്ധത്തിനൊരു തടസ്സമായിരിക്കും ഈ കുഞ്ഞ്. ആ തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സപ്പോർട്ടുകൾ ഇവളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി കാണും. അതുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ മരണം നടന്നിരിക്കുന്നത് തന്നെ. ഇങ്ങനെയുള്ള ഇവളുമാരെയും ഇവന്മാരെയൊക്കെ നല്ല രീതിക്ക് പെരുമാറുക തന്നെ ചെയ്യണം. നിയമത്തിന് യാതൊരു ഇളവും കൊടുക്കാതെ ബന്ധങ്ങളുടെ വില അറിയത്തില്ലാത്ത ഇത് കൂട്ടുള്ള ജന്മങ്ങളെ ശരിക്കും നിയമം നല്ല രീതിയിൽ ശിക്ഷിക്കുക തന്നെ ചെയ്യണം. പിന്നെ ഒരിക്കലും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തിരിച്ചറിയാതെ പോകരുത് ഒരു മനുഷ്യനും.